അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ നിത്യേന സ്വലാത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത്. കാരണം അല്ലാഹു തആല അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിൽ സ്വലാത്തിനെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. അല്ലാഹു തആല ഞാനും മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ ഒരൊറ്റ ഇബാദത്ത് മാത്രമേ ഉള്ളൂ, അത് സ്വലാത്താണ്. സ്വലാത്തിന്റെ മഹത്വങ്ങളൊന്നും പറഞ്ഞാൽ തീരുന്നതൊന്നുമല്ല. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഇവിടെ പറയാൻ വന്നത് ഒരു 32 സമയങ്ങൾ, ആ സമയത്ത് ഒരു സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഹദീസിലൂടെ വന്നത് കിതാബുകളിൽ രേഖയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് ഏതൊക്കെ സമയങ്ങളിലാണ്, ആരാണത് പറഞ്ഞത്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയുടെ ഷർഹായ ഫതുഹുൽ ബാരിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഒരു 32 സമയങ്ങളിൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഹദീസ് വന്നിട്ടുണ്ട് എന്ന്. നമുക്ക് നോക്കിയാൽ ഏതൊക്കെയാണ് ആ സമയം. ഒന്നാമത്തത്, ബാങ്കിന് ഉത്തരം കൊടുത്ത ഉടനെ. നമ്മൾ പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്കിന് ഉത്തരം ചെയ്യണമല്ലോ. ആ ഉത്തരം ചെയ്ത് ഉടനെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. രണ്ടാമത്തത്, പ്രാർത്ഥനയുടെ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും. അതായത് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആയുടെ ആദ്യത്തിലും സ്വലാത്ത് ചൊല്ലണം, അതിന്റെ മധ്യത്തിലും സ്വലാത്ത് ചൊല്ലണം, അവസാനത്തിലും സ്വലാത്ത് ചൊല്ലണം. അതുപോലെ തന്നെ മൂന്നാമത്തത്, കുനൂത്തിന്റെ അവസാനത്തിൽ. നമ്മൾ സുബ്ഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതുമല്ലോ, അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ 15 കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള വിത്ർ നിസ്കാരത്തിൽ നമ്മൾ കുനൂത്ത് ഓതുമല്ലോ. ആ സമയത്ത് കുനൂത്തിന്റെ അവസാനത്തിലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇനി നാലാമത്തത്, പെരുന്നാൾ തക്ബീറിന്റെ ഇടയിൽ. പെരുന്നാൾ ദിവസം നമ്മൾ തക്ബീർ ചൊല്ലും. പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇരുന്നിട്ട് തക്ബീർ ചൊല്ലും. അത് പള്ളിയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, നമ്മൾ ഏത് സമയത്തും നമ്മൾ തക്ബീർ ചൊല്ലണം. ആ തക്ബീറിന്റെ ഇടയിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇനി അഞ്ചാമത്തത്, പള്ളിയിൽ കയറുമ്പോൾ. പള്ളിയിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലാനുണ്ട്. ദിക്റിന്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. പള്ളിയിൽ കയറുമ്പോൾ സ്വലാത്ത് ചൊല്ലലും സുന്നത്തുണ്ട്. അത് അഞ്ചാമത്തതാണ്. ആറാമത്തത്, പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോഴും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. ഏഴാമത്തത്, സംഗമിക്കുമ്പോൾ. നമ്മൾ കുറച്ച് ആളുകൾ വന്ന് സംഗമിക്കുന്ന സമയത്ത് അവിടെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ എട്ടാമത്തത്, സംഗമം പിരിയുമ്പോൾ. ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് പിരിയുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അത് നമ്മൾ സാധാരണ കാണുന്നല്ലോ, മദ്രസയിൽ നിന്ന് പിരിയുമ്പോൾ. അതുപോലെ തന്നെ നമ്മളൊരു യോഗം ചേർന്നാൽ, ജനറൽ ബോഡി ചേർന്നാൽ, ഏതെങ്കിലും ഒരു യോഗം ചേർന്നാൽ നമ്മൾ അവിടുന്ന് പിരിയുമ്പോൾ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് പിരിയുന്നത്. അതൊക്കെ സ്വലാത്ത് ചൊല്ലുന്ന കൂലി കിട്ടുന്നതോടൊപ്പം അവിടെ ഒരു സുന്നത്തിന്റെയുമാണ് കൂലി കിട്ടുന്നത്. ഇനി 9, യാത്ര പുറപ്പെടുമ്പോൾ. യാത്ര പുറപ്പെടുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. 10ാമത്തത്, യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇവിടെയൊക്കെ ഞാൻ പറയുന്നത് ഈ സ്വലാത്ത് ചെല്ലുന്നതിന്റെ കൂലി ഒരുപാട് വേറെയുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇത് സുന്നത്തും കൂടിയാണ്. 11ാമത്തത്, രാത്രി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. രാത്രി ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്, ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നത്. 12ാമത്തത്, ഖുർആൻ ഖത്തം ചെയ്യുമ്പോൾ. ഖുർആൻ ഖത്തം ഓതി തീർന്നാലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. 13ാമത്തത്, ദുഃഖം, പ്രയാസം ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അതൊക്കെ നമുക്ക് അനുഭവമുള്ളതായിരിക്കും. കാരണം നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ ഉടനെ തന്നെ സ്വലാത്ത് ചൊല്ലാറ് പതിവുണ്ട്, അല്ലെ? അങ്ങനെ ആവണം നമ്മൾ. ആ സമയത്ത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിപ്പോകും. അത് കിബ്റിന് വേണ്ടിയാണെങ്കിലും ഇതുപോലെ ഇബാദത്തിന് കൂലി കിട്ടുന്ന വേറൊരു ഇബാദത്ത് വേറെ ഇല്ല എന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം കിബ്റിന് വേണ്ടി ചൊല്ലിയാലും, ഞാൻ വലിയ സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് കാണട്ടെ എന്നും പറഞ്ഞ് തസ്ബീഹും പിടിച്ച് ഇങ്ങനെ ചൊല്ലിയാലും സ്വലാത്തിന് കൂലിയുണ്ട്. 14, തൗബ ചെയ്യുമ്പോൾ. നമ്മൾ തെറ്റുകൾ ചെയ്തു പോയാൽ എന്നല്ല, നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെയും മിനിറ്റുകൾ വെച്ച് തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഞാൻ ഈ പറയുന്നുണ്ടെങ്കിലും ഞാനും തെറ്റ് ചെയ്യുന്നവരാണ്. അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അങ്ങനെ തൗബ ചെയ്യുന്ന സമയത്തും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഹദീസ് പറയുന്ന സമയത്ത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വന്ന ഹദീസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെയും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. 16 അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മൾ പിന്നെ ഒരാൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടെയും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. 17-ാമത്തത് ദിക്ർ ചൊല്ലുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ദിക്ർ ചൊല്ലാനിരുന്നാൽ അവിടെയും സ്വലാത്ത് കൊണ്ട് തുടങ്ങിയിട്ട് വേണം ദിക്ർ ചൊല്ലാൻ തുടങ്ങാൻ. അങ്ങനെ ആവണം, അതാണ് സുന്നത്ത്. 18 ഒരു കാര്യം മറന്നുപോയാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കത് തിരിച്ചു കിട്ടും. നമ്മൾ പല ആളുകൾക്കും അത് അനുഭവം ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചത് മറന്നുപോയാൽ, അല്ലെങ്കിൽ വല്ല സാധനങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ, കാണാതായി പോയാൽ, നമ്മൾ ഇങ്ങനെ സ്വലാത്തും ചൊല്ലിയിട്ട് അത് തെരഞ്ഞു നടക്കുക പതിവുണ്ട് സാധാരണ, അല്ലെ? അത് കിട്ടാറുമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയാൻ വന്നത് മറന്നുപോയാൽ, എനിക്കൊക്കെ എത്രയോ അനുഭവമുണ്ട്. അത് ഇവിടെയുള്ള അറബികൾക്കാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നുള്ളത്. അതായത് നമ്മളോട് എന്തെങ്കിലും പറയാൻ വന്നിട്ട് അടുത്തെത്തുമ്പോൾ മറന്നുപോകും. ഉടൻ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, ഞാൻ എന്തിനാ വന്നത്, ഇങ്ങനെ പറയുന്നുണ്ടാകും. പെട്ടെന്ന് തന്നെ അവർ ഓർത്തെടുത്തിട്ട് അത് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അതെന്താ? സ്വലാത്തിന്റെ മഹത്വമാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. ഇനി 19-ാമതായിട്ട് പറയുന്നത്, കുറച്ച് സ്ഥലങ്ങള് ഈ ഹദീസ് ലഈഫാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്ത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. 19-ാമത്തേത് ഏതാ? ഹജറുൽ അസ്വദ് മുത്തുന്ന സമയത്ത്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ അല്ലെ, മക്കയിലും മദീനയിലും ഒന്ന് പോയിട്ട് ആ പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തും റൗള ഷരീഫ് സിയാറത്തൊക്കെ ചെയ്യാൻ. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി. ആരെങ്കിലും എൻ്റെ ഖബർ സിയാറത്ത് ചെയ്താൽ അവർക്ക് എൻ്റെ ഷഫാഅത്ത് നിർബന്ധമായി എന്ന് പറഞ്ഞ്, നിർബന്ധമാകും, നിങ്ങൾക്ക് ലഭിക്കും എന്നല്ല പറഞ്ഞ്, വജബത്ത് നിർബന്ധമായി, നിർബന്ധമായി കഴിഞ്ഞു, നാളെ ഷഫാഅത്ത് കിട്ടും എന്നുറപ്പാണ്. അപ്പോൾ അവിടെയൊക്കെ പോവാൻ നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അല്ലാഹു തആല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഹജറുൽ അസ്വദ് മുത്തുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെ ചെവി മൂളുന്ന സമയത്ത്, അതുപോലെ തന്നെ തൽബിയത്ത് ചൊല്ലുന്ന സമയത്ത്, അതുപോലെ വുളൂ എടുത്ത ഉടനെ, പിന്നെ അറുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ തുമ്മുന്ന സമയത്ത്, ഇവിടെയൊക്കെ വുളൂ എടുത്ത ഉടനെ, അതുപോലെ തന്നെ തൽബിയത്തിന്റെ സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ മൃഗങ്ങളെ അറുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് ഒക്കെ ചൊല്ലൽ സുന്നത്തുണ്ട്. അതിന്റെ പുറമെ സ്വലാത്ത് ചൊല്ലലും സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഫത്ഹുൽ ബാരിയുടെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, 25-ാമതായിട്ടാണ് എന്നുള്ളത്, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലിലും. 26-ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അത് പ്രത്യേകം സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ അവൻ ബഖീലാണ്. അവനെ കുറിച്ച് നമുക്ക് സംസാരമേ ഇല്ല. കാരണം അത്രത്തോളം അധപ്പതിച്ചവനാണവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ അത്രത്തോളം പ്രതിഫലമുള്ളതാണ്, അതുപോലെ തന്നെ സുന്നത്തുമാണ്. പിന്നെ 27-ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഇങ്ങനെ പറയായിരിക്കും, ആ പറയുന്നത് കേൾക്കുമ്പോഴും നമ്മൾ സ്വലാത്ത് ചൊല്ലണം. പറയുന്ന ആളുകൾ മാത്രമല്ല, കേൾക്കുന്ന ആളും പറയണം. അതുപോലെ തന്നെ 28-ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എഴുതുമ്പോൾ നമ്മൾ എഴുതിയായിരിക്കും. ഉദാഹരണത്തിന് മുഹമ്മദ് എന്ന് എഴുതുകയാണെങ്കിൽ ഉടനെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ത്വാഹ, യാസീൻ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഇങ്ങനെ എഴുതുന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ സ്വലാത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം. അത് സുന്നത്താണ്. ഇനി 29-ാമത്തത് നിസ്കാരത്തിന്റെ ആദ്യത്തെ അത്തഹിയാത്തിൽ നമ്മളൊക്കെ ചൊല്ലാറുണ്ടല്ലോ അല്ലെ, തഹിയാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത്. അത് പറയലു സുന്നത്ത് തന്നെയാണ്. 30-ാമത്തത് ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിൽ കിതാബുകളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതുപോലെ 31-ാമത്തത് ഇഖാമത്തിന്റെ തുടക്കത്തിൽ,
നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഇക്കാമത്ത് ചൊല്ലുമല്ലോ, ആ ഇക്കാമത്ത് കൊടുക്കുന്ന സമയത്ത് ഇക്കാമത്തിന്റെ ആദ്യത്തിലും നമ്മൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ 32-ാമത്തത് അരിഭക്ഷണം കഴിക്കുമ്പോൾ, അരിഭക്ഷണം കഴിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അരിഭക്ഷണം എന്ന് പറയുമ്പോൾ അരിയും അതുപോലെ തന്നെ ഗോതമ്പും ഇതിൽപ്പെട്ടതാണ്. അരി കൊണ്ടുണ്ടാക്കിയതും ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയതും ഇതിൽപ്പെട്ടതാണ്. അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടും ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അവിടെയും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പോൾ 32 സ്ഥലങ്ങളാണ്, 32 സമയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സമയങ്ങളിലൊക്കെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ് എന്നാണ്. ഇതിൽ പല സമയങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമയങ്ങൾ തന്നെയാണ്. അതിൽ ചില സമയങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതവുമായി എല്ലാ സമയവും ബന്ധപ്പെടാത്ത സമയങ്ങളുള്ളൂ. ഹജറുൽ അസ്വദ് മുത്തുന്ന സമയം, അതുപോലെ തന്നെ ഗ്രന്ഥം രചിക്കുന്ന സമയം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതവുമായി എല്ലാ ദിവസവും ബന്ധമില്ലാത്ത സമയങ്ങളുള്ളൂ. ബാക്കി ഏകദേശവും എല്ലാ സമയവും നമ്മുടെ എല്ലാ ദിവസവുമായി ബന്ധപ്പെട്ട സമയങ്ങളാണ്. എല്ലാ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ സ്വന്തം ശരീരത്തിനേക്കാളും എല്ലാ ജനങ്ങളെക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.